സാൾട്ട് ആൻഡ് കാംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ ജൂൺ 5 മുതൽ 9 വരെ കേരളത്തിലെ 130 കേന്ദ്രങ്ങളിലെ 197 പരീക്ഷാവേദികളിലായിട്ട് നടക്കുകയാണ്. ഒരു കേന്ദ്രത്തിൽ തന്നെ ചിലപ്പോൾ 2 വേദികളുണ്ടാവും. അതുകൊണ്ടാണ് 130 കേന്ദ്രങ്ങളും 197 പരീക്ഷാവേദികളും ആയത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് അഡ്മിറ്റ് കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നാണ്, നിങ്ങൾക്ക് ആദ്യം വേറെ ഏതെങ്കിലും വീഡിയോയിലോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പ്രോസ്പെക്ടസ് വായിച്ചപ്പോഴോ 20/5/2024 അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രോസ്പെക്ടസ് പ്രകാരം പരീക്ഷ തുടങ്ങേണ്ടത് 1/6/2024 പരീക്ഷ തുടങ്ങുന്ന ദിവസം മാറ്റിവെച്ചതിനാൽ, അതായത് 5/6/2024 ആക്കിയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 1/6/2024 പ്രോസ്പെക്ടസ് പ്രകാരം പരീക്ഷ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ പ്രോസ്പെക്ടസ് തന്നെയാണ് ഇപ്പോഴും സൈറ്റിലുള്ളത്. എന്നാൽ എഞ്ചിനീയറിംഗ് പരീക്ഷ 5/6/2024 മുതലാണ് തുടങ്ങുന്നത്. ഫാർമസി 6/6/2024 ഉച്ചയ്ക്ക് 3:30 മുതൽ 5 മണി വരെ പ്രത്യേകം പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. എഞ്ചിനീയറിംഗും ഫാർമസി പരീക്ഷ എഴുതുന്നവർ 6/6/2024 3:30 മുതൽ 5 മണി വരെ നടക്കുന്ന ബിഫാം പരീക്ഷ പ്രത്യേകം എഴുതണം. അവർക്ക് എഞ്ചിനീയറിംഗ് മാത്രം അറ്റൻഡ് ചെയ്താൽ പോരാ, എഞ്ചിനീയറിംഗും ഫാർമസിയിലും പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അവർ 6/6/2024 ഫാർമസി പരീക്ഷയും പ്രത്യേകം എഴുതണം. അപ്പോൾ ഇപ്പോൾ പലരും അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കാരണം 20/5/2024 റിലീസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന അഡ്മിറ്റ് കാർഡ് വന്നോ ഇല്ലേ എന്നറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റാണ് ഈ കാണിക്കുന്നത്. cee.kerala.gov.in എന്നുള്ള ഈ വെബ്സൈറ്റിലാണ് കീം കാൻഡിഡേറ്റ്സിനുള്ള എല്ലാ നോട്ടിഫിക്കേഷനും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ആദ്യം നോക്കുക. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അഡ്മിറ്റ് കാർഡ് വരാത്തവർ, അതായത് ഇപ്പോൾ നിലവിൽ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടില്ല, നിലവിൽ ഇവിടെ കാണിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് ഏറ്റവും മുകളിലുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഏറ്റവും അവസാനം വന്നത്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ 2024 ട്രയൽ ടെസ്റ്റ് അഡ്മിഷൻ സ്ലിപ്പ് അവൈലബിൾ ഇൻ ദ കാൻഡിഡേറ്റ് പോർട്ടൽ എന്നാണ് പറയുന്നത്. ട്രയൽ ടെസ്റ്റ് അഡ്മിഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ ടെസ്റ്റിനുള്ള അഡ്മിഷൻ സ്ലിപ്പ് അല്ല. നേരത്തെ 25/5/2024 ഒരു ട്രയൽ ടെസ്റ്റ് നടത്തിയിരുന്നു. അതിൻ്റെ അഡ്മിഷൻ സ്ലിപ്പാണ് റിലീസ് ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷനാണ് ആ കാണിക്കുന്നത്. അതുതന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഇപ്പോഴല്ല, 23/5/2024 ആ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പഴയതാണോ പുതിയതാണോ എന്നുള്ളതും കൂടി നോക്കുക. ആ ഡേറ്റ് എന്നാണ് ഇത് നോട്ടിഫൈ ചെയ്യുന്നത് എന്നുള്ള അടക്കമുള്ള ഡേറ്റ് അവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ സിയുടെ സൈറ്റിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ. അഡ്മിറ്റ് കാർഡ് കിട്ടിയില്ല എന്ന് പറയുന്നവർ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തു എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. അതായത് ഒറിജിനൽ ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തു എന്ന് ആരാണ് പറയുന്നത് അല്ലെങ്കിൽ എവിടെയാണ് പറയുന്നത് അതനുസരിച്ച് നോക്കുക. സിയുടെ സൈറ്റിൽ നോക്കിയിട്ട് വേണം, സിയുടെ സൈറ്റിൽ ce.kerala.gov.in എന്ന ഈ സൈറ്റിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ബാക്കി ആരെങ്കിലും പറയുന്നത് കേട്ട് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. ഒരുപാട് പേര് പല വീഡിയോയുടെ അടിയിൽ ഇടുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്, എനിക്ക് ഇതുവരെ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ചാനലിലൂടെ തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്തു തരും. ആ സമയത്ത് മാത്രം നോക്കിയാൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾ എല്ലാ സമയത്തും സിയുടെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അവിടെ അത് റിലീസ് ചെയ്തു എന്നുള്ള ഇത് വരുന്നുണ്ടോ നോക്കുക. സിയുടെ സൈറ്റ് പ്രകാരം നിലവിൽ ഇത് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന സമയം പറഞ്ഞിട്ടില്ല. സിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അടുത്ത ദിവസം തന്നെ, അതായത് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിട്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ സിയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ആയിട്ട്
നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കുക. എന്തായാലും അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.